ഇറാനുമായുള്ള സമാധാന കരാർ റദ്ദാക്കണമെന്നും യുദ്ധം തുടരണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. വേണ്ട വിധം ഈ ഒരു നിലപാടിനോട് അനുകൂലമായിരിക്കുന്ന പ്രതികരണങ്ങളൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത കാരണത്താൽ ബുധനാഴ്ച 11-ാം തീയതി ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്ക് സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇസ്രായേലിൻ്റെ പ്രധാന പത്രങ്ങളെല്ലാം ജെറുസലേം പോസ്റ്റ് അടക്കം ഇതിന് പ്രാധാന്യത്തോടു കൂടി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അമേരിക്കയുടെ സൈനിക സഹായവും പ്രതിരോധ ഇൻ്റലിജൻസ് സംവിധാനവും വീണ്ടും തങ്ങളുടെ രാജ്യത്ത് വേണ്ട വിധം പ്രയോഗിക്കണമെന്ന് ഈ യാത്രയോടനുബന്ധിച്ച് പറയും എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അതിനവർ പ്രധാനമായി പറയുന്ന കാര്യം, ഏതെങ്കിലും തരത്തിലൊരു ആക്രമണ രീതി ഉണ്ടായാൽ തങ്ങൾ ഇസ്രായേലിൽ ലക്ഷ്യമാക്കുമെന്ന് ആവർത്തിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്ക്യാൻ പറഞ്ഞത് നിസ്സാരമായിട്ട് തള്ളാൻ സാധിക്കുകയില്ല. കാര്യം 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ യുദ്ധത്തിൽ മാരകമായിരിക്കുന്ന പരിക്കാണ് ഈ ഇസ്രായേലിന് ഏറ്റിരിക്കുന്നത്. ആ രാജ്യം ഉണ്ടായതിനു ശേഷം ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് വരുന്നത് ഇതാദ്യമായിട്ടാണ്. അതിനാൽ തന്നെ തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യമാക്കുമെന്നുള്ള ഇറാൻ്റെ പ്രതികരണം അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ലെന്നും അതിന് കുറ്റമറ്റ രീതിയിലുള്ള ഇൻ്റലിജൻസ് സംവിധാനത്തോടു കൂടി പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സഹായിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒമാനിൽ അവസാനിച്ച സമാധാന ചർച്ച ലക്ഷ്യം കാണാത്ത രീതിയിലാണ് പിരിഞ്ഞത്. അതിൻ്റെ കാര്യം പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള നിലപാടായിരുന്നു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നത്. അത്തരമൊരു നിലപാടിനോട് തങ്ങൾ സഹകരിക്കില്ലെന്നും തങ്ങളുടെ കൃത്യമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിലപാട് അതിനനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും സമീപനം ഉണ്ടെങ്കിൽ അല്ലാതെ മറ്റൊരു കാര്യത്തോടും തങ്ങൾ സഹകരിക്കില്ലെന്നും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി രാജ്യത്തിൻ്റെ നിലപാടായിട്ട് തുറന്നു പറഞ്ഞു. ചർച്ച നടത്തുന്നതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ സൈനിക കമാൻഡർ ഈ ചർച്ചാ സമ്മേളനത്തിലേക്ക് കയറി വന്നത് വലിയ രീതിയിലുള്ള വിഷയമുണ്ടായി. ഇറാൻ അതിന് പ്രതികരിച്ചു, അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. അയാളുമായിട്ട് തങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നും സൈനിക മേധാവിത്വം കാണിച്ചുകൊണ്ട് പേടിപ്പിക്കുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇറാൻ്റേതായിരിക്കുന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലിനെയും ആക്രമിക്കാനും അവരുമായിട്ട് യുദ്ധം ചെയ്യാനും ശക്തിയും ധൈര്യവും അതോടൊപ്പം തന്നെ ആയുധ സംഭരണവും തങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു. ഇതോടെ സൈനിക കമാൻഡർക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റാത്ത വിധമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഒമാനിൽ നിന്ന് ഇറങ്ങുന്ന റിപ്പോർട്ടും പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് പ്രധാനമായ രീതിയിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത്. അതിലൊന്ന്, രാജ്യത്ത് ആണവായുധം ഉണ്ടാക്കുന്ന പൂർണ്ണമായിട്ട് നിരോധിക്കുക, അത് നിർത്തലാക്കുക എന്നത് മാത്രമല്ല സമ്പുഷ്ട യുറേനിയം 3ാം കൈക്ക് കൈമാറണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ഈ കാര്യത്തോട് ഇറാൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഭാവിയിൽ തങ്ങളൊരു ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് നൽകാൻ തയ്യാറാണ്. പക്ഷേ സമാധാന ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട യുറേനിയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനമോ 3ാമതൊരു രാജ്യത്തേക്ക് കൈമാറുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമായിട്ട് വരും. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രക്ഷോഭകാരികളെ പൂർണ്ണമായ രീതിയിൽ ജയിലിൽ അടക്കപ്പെട്ടവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അത് തങ്ങളുടെ രാജ്യത്തിലെ ആഭ്യന്തര വിഷയമാണ്. അതിലിടപെടാൻ വേണ്ടി ഒരു രാജ്യത്തെയും സമ്മതിക്കില്ലെന്ന് അതിനും മറുപടി പറഞ്ഞു. അടുത്തതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. അവരുടെ ആയുധങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്നോക്കം നിൽക്കണമെന്നും അതിൻ്റെ ശതമാനത്തിൻ്റെ ശക്തിയുടെ തോത് കുറക്കണമെന്നുമാണ് ആവശ്യം. അത് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ചുറ്റുഭാഗം അമേരിക്ക വൻതോതിൽ ആയുധ വിന്യാസം നടത്തുകയും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും യുദ്ധസൈനികരെയും തയ്യാറാക്കി നിർത്തുകയും ചെയ്ത ഒരു അപൂർവ കാഴ്ച ലോകം മുഴുവനും കാണുന്നതാണ്. അത്രയും ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശത്രുപക്ഷം ശക്തമായി നിലനിൽക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തു നിന്ന് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ നിർമ്മിക്കരുത് എന്ന് പറയുന്നത് ഏത് മണ്ടന്മാരാണ് ഈ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതായിരുന്നു ഇറാൻ്റെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണം. ഈ 2 കാര്യങ്ങളും ചർച്ച പോലും ചെയ്യാൻ തങ്ങൾ അനുവദിക്കില്ലെന്നുള്ള കാര്യം മധ്യസ്ഥരോട് പറയുകയും ചെയ്തു. ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും പ്രതിനിധികളാണ് പ്രത്യേകമായിരിക്കുന്ന മധ്യസ്ഥ നടത്തുന്നത്.
ഇപ്പോൾ അതെന്നെല്ലാം പരാജയപ്പെട്ടതോടുകൂടി പിന്നീട് അടുത്ത വഴികൾ എന്ന് തേടുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് വലിയ രീതിയിൽ ഈ വിഷയമായിട്ട് ആഘാതമുണ്ടായത്. കാര്യം ഈ ഒരു ചർച്ചയോടുകൂടി വിഷയം തീരുമെന്നും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കപ്പെടുമെന്നും ഏറെക്കുറെ അവർ വിശ്വസിച്ചു. എന്നാൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ അവർ സംസാരിക്കുകയും ചെയ്തു. അതോടുകൂടി അങ്കലാപ്പിലായ ഇസ്രായേൽ അമേരിക്കയുടെ സഹായം വീണ്ടും തേടിയിരിക്കുകയാണ്. അമേരിക്കയോട് അവർ പറയുന്ന കാര്യം തന്നെ മിഡിൽ ഈസ്റ്റ് ആകെ പ്രശ്നബാധിതമായിരിക്കുന്ന പ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇറാൻ ശ്രമിക്കും. അത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് ഇസ്രായേലിനെ മാത്രമല്ല അറേബ്യൻ രാജ്യത്തിലുള്ള അമേരിക്കയുടെ നിയന്ത്രണത്തെയും അത് സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ അവരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കാതെ സൈനികമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിന് ഇസ്രായേലും കൂടിത്തരാം അല്ലെങ്കിൽ ഇസ്രായേലും സഹായിക്കാം എന്നുകൂടി അവർ പറയുന്നുണ്ട് എന്ന് ചുരുക്കം. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് ഇപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണുള്ളത്. അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് പിണക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ ഉടക്കി നിൽക്കുന്നത് ഭാവിയിൽ അത് അമേരിക്കയെ തന്നെ ബാധിക്കും. ഇപ്പം തന്നെ ഏറെക്കുറെ ബാധിച്ചിട്ടുണ്ട്. മറ്റ് പല കാര്യത്തിലും പല വിഷയത്തിലും യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ചെയ്യുന്നത് കുറവാണ്. ഈ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ ഡോളറിലായിരുന്നു വിനിമയം നടത്തിയതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മാറി യൂറോയിലേക്കോ അല്ലെങ്കിൽ ചൈനീസ് കറൻസിയിലേക്കോ അല്ലെങ്കിൽ സ്വന്തം കറൻസിയിലേക്കോ വിനിമയം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയോട് ആവശ്യപ്പെട്ടാലും അമേരിക്കക്ക് അത് എടുത്ത് ചാടി പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതിൻ്റെ കാരണം മറ്റൊന്നും കൂടി പറയുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക ബേസ് ഒരുപാടുണ്ട് ഗൾഫ് രാജ്യത്ത്. 4 രാജ്യങ്ങളിൽ അത് പ്രവർത്തിക്കുന്നു. UAE-ലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്, ഈ കുവൈറ്റിലുണ്ട്. ഈ 4 രാജ്യങ്ങളും അമേരിക്കക്ക് സ്ഥായി അയക്കുന്ന എയർബേസ് ഉണ്ട്. ഈ എയർബേസ് തങ്ങൾ ലക്ഷ്യമാക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ലക്ഷ്യമാക്കില്ലെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൻ്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലെ ഉദയ്ദയിലുള്ള അമേരിക്കയുടെ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുകയും വലിയ നാശങ്ങളാണ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 2 ബിൽഡിങ്ങുകൾ അവിടുന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സഹിതം ഈ റഷ്യ പ്രസിദ്ധീകരിച്ചത്. ആദ്യ ഘട്ടത്തിലൊക്കെ തങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 4 മിസൈലാണ് വന്നത്, 4 പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, തകർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ അവകാശം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഈ ചില മീഡിയകളും. എന്നാൽ അതിന് പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലായിരുന്നു. റഷ്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വിട്ടതോടുകൂടി ഈ പറഞ്ഞൊക്കെ കളവാണ്, വൻ നാശമാണ് ഇറാൻ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ എയർബേസിൽ വരുത്തി കൂട്ടിയത് എന്നുള്ളത് ക്ലിപ്തമാണ്, കൃത്യമാണ്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾ ഭയാനകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി തങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയോട് ആവശ്യപ്പെടുക. മാത്രവുമല്ല അവരെ സൈനികമായ രീതിയിൽ നിരായുധീകരണം നടത്തുന്ന ഏതൊരു പ്രവൃത്തിക്കും ആക്കം കൂട്ടണമെന്നുള്ളതും അതിനുവേണ്ടി മുന്നൊരുക്കം നടത്തണമെന്നും ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്.